ഹലോ ഗായ്സ് ഇതന്നെ എപ്പോഴും പറഞ്ഞ വെറുപ്പിക്കലായിരിക്കും. ഹലോ നന്ദുവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. ഇത് സെക്കൻഡ് ഡേ ആണ് അവിടെ റിസോർട്ടിലുണ്ടായിരുന്നത്. അടിപൊളി റൂമാണ് കേട്ടോ. ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് സ്റ്റാളാണ്. നമുക്ക് ബുക്കൊക്കെ എടുത്ത് വായിക്കായിരുന്നു. ഞാൻ 4:30 മുതൽ എണീറ്റ് കഴിഞ്ഞപ്പോൾ ബുക്കൊക്കെ സെർച്ച് ചെയ്ത് തുടങ്ങണം. അതിലൊരു ഷെൽഫ് എനിക്ക് തുറക്കാൻ പറ്റിയത് മറ്റേനൊക്കെ ലോക്കലാണ് കേട്ടോ. പക്ഷേ അതിലൊരു ബുക്കുണ്ട്, നീല ബുക്ക് ഏറ്റവും ടോപ്പിൽ വൈറ്റ് ബോക്സിലിരിക്കുന്നുണ്ട്. അതൊന്നൊരു ബുക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓഷോയുടെ അടിപൊളി ബുക്കാട്ടോ. എനിക്ക് ഭയങ്കര വൈബ് തോന്നിയ ബുക്കാണ്. ഞാൻ ബുക്കും കാര്യങ്ങളൊന്നും വായിക്കാറില്ല, പക്ഷേ ഇപ്പം എനിക്ക് എന്തോ ഭയങ്കര സ്നേഹമൊക്കെ ബുക്കൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ടൈമൊക്കെ കണ്ടെത്താറുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു വോളിബോൾ കിട്ടി. അതിൽ കുറച്ച് നേരം കളി കളിച്ചു. ഫുട്ബോളൊക്കെ തോണ്ടി കിടന്നത്. അവിടുത്തെ വോളിബോളിൻ്റെ ബാസ്ക്കറ്റ് പൊട്ടിയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫുട്ബോൾ പോലെ പണ്ടൊക്കെ കളിച്ചതാണ്. അതിൻ്റെ ഓർമ്മയിൽ ഓരോന്നൊക്കെ കാട്ടിയിട്ട് എണീറ്റ് പോന്നു കേട്ടോ. പിന്നെ ഇനി ഇവനും കൂടി എണീക്കാനുള്ളൂ. ഇവനും കൂടി വിളിച്ച് തന്നെ എങ്ങനെയെങ്കിലും എണീപ്പിക്കണം. അപ്പോൾ എൻ്റെ മെയിൻ പരിപാടി കുത്തിരിപ്പാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് കൊല്ലിട്ടാ നിന്നെ എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ ചാടാൻ വേണ്ടിയിരിക്കുകയാണ്. ചാടി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഞാൻ അവനും അറിഞ്ഞിട്ടില്ല കേട്ടോ ഈ വീഡിയോ എടുക്കണമെന്നും. കാരണം ഞാൻ സെൽഫി സ്റ്റിക്കിൽ അവിടെ ഓണാക്കി വെച്ചേക്കായിരുന്നു. അങ്ങനെ എടുത്താണ്. ഇതാണ് ഞാൻ ഒരു ദിവസം കിടന്ന റൂം കേട്ടോ. ഞാൻ നൈറ്റ് തന്നെ പകുതി വേറെ റൂമിലും പകുതി വേറെ റൂമിലാണ് കിടന്നത്. കാരണം എനിക്ക് എല്ലാ റൂമും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ റൂമിലും ഞാൻ പോയി ഇങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു മൗണ്ടൻ വ്യൂ ഉണ്ട്. ഇപ്പം നല്ല സൺലൈറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ വാഷ്റൂമൊക്കെ എടുത്തു. വാഷ്റൂമൊക്കെ പക്ക നീറ്റും ക്ലീൻ ആയിരുന്നു. പക്ഷേ നമുക്ക് സാധാരണക്കാർക്ക് ഈ റിസോർട്ട് എടുക്കാൻ പറ്റില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 പേര് 3 പേരായിട്ട് പോകണവർക്ക് എടുക്കാൻ പറ്റിയ റിസോർട്ടല്ല. ഇതൊരു ഫാമിലി ആയിട്ട് ഒരു 10-15 പേരൊക്കെ പോകണവർക്കാണെങ്കിൽ റൂം എടുക്കാൻ പറ്റും കേട്ടോ. അവിടെ നിന്നുള്ള മൗണ്ടൻ വ്യൂ ആയി എന്ത് രസമാണെന്ന് അറിയാൻ നോക്കിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മൗണ്ടൻ നോക്കിക്കാൻ. ഇന്ന് ഒരു ദിവസം കൂടെ ഉള്ളതെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ എല്ലായിടത്തും കറങ്ങിയിട്ട് നടന്നിട്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ബുക്ക് കേട്ടോ. ഓഷോയുടെ ഒരു അടിപൊളി ബുക്കാണ് കേട്ടോ. ലൈഫ് ലവ് ലാഫ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്. അതിൻ്റെ ഉള്ളടക്കം പോലും വായിച്ചു കഴിഞ്ഞാൽ കിളി കയറും. അമ്മാതിരി എന്തോ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് വേർഡ്സ് നമുക്ക് ഫീൽ ആവും. നമ്മുടെ ലൈഫിൽ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നുന്ന ബുക്കാണ്. ഞാൻ അങ്ങനെ പുസ്തകം വായിക്കാത്ത ആളാണ്, പുസ്തകത്തിന് പ്രൊമോട്ട് ചെയ്യാത്ത ആളാണ്. പക്ഷേ നിങ്ങളാരെങ്കിലും ആ സാധനം കിട്ടുന്നുണ്ടെങ്കിൽ വായിക്കണം കേട്ടോ. എനിക്കും കൂടി തന്നെ ഞാൻ ഫുള്ള് വായിച്ചു കഴിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് വന്നത്, ബുക്കിൻ്റെ പേജിൻ്റെ ഒക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ സെൽഫി സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് റൂമിൽ പോയി സ്വന്തമായിട്ട് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ടീം സ്പ്ലിറ്റ് ആവട്ടെ. കുറച്ച് പേര് അഡ്വഞ്ചർ സ്പോർട്സിന് പോകുന്നുണ്ട്. എനിക്ക് വലിയ താല്പര്യമില്ല. പ്ലെയിനും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ അഡ്വഞ്ചർ സ്പോർട്സ് നമ്മുടെ വയനാട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് അവർ പോകുന്നുണ്ട്. ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ എല്ലാ റൂമിലും പോയിട്ട് ഇപ്പോൾ ആരും ഇല്ല അവിടെയൊക്കെ. കുറച്ച് പേര് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തത് വെച്ചാൽ എല്ലാ റൂമിലും കയറിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങോട്ട് അടുത്തൊന്നും വരാൻ പോകണില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇവിടെ നിന്നുള്ള വ്യൂസ് ഉണ്ടല്ലോ അടിപൊളി തന്നെയാണ്. ഒരു രക്ഷയില്ല വെച്ചാൽ ഒരു രക്ഷയില്ല. ഞങ്ങളുടെ പാട്ടൊക്കെ കേട്ട് ഒറ്റയ്ക്ക് വന്നിരിക്കും, ഒറ്റയ്ക്ക് നടക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആട്ടാ. ഈ വ്യൂ എന്നെ ഭയങ്കര മാനസികമായിട്ട് തന്നെ തോപ്പിച്ചു എന്ന് പറഞ്ഞാൽ തോപ്പിച്ചു. അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥലമായി പോയിട്ടാണ് എനിക്ക് ഈ വ്യൂ ഉള്ള കാരണം. ദൂരേക്ക് ഇങ്ങനെ മൗണ്ടെയിൻസ് അങ്ങനെ പുറകിലേക്ക് വലുത് വന്നിക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇടയ്ക്കേ കാണാൻ പറ്റുള്ളൂ, കോടയുള്ള സമയത്ത് കാണാൻ പറ്റില്ല. കോട ഇല്ലാത്തപ്പോൾ നമുക്ക് ഇടയ്ക്ക് കാണാം. ബുക്ക് ചെയ്യാൻ പോകണോടത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വയനാട്ടിൽ നല്ല ക്ലൈമറ്റാണെന്ന് അറിയാമല്ലോ. ഇപ്പോൾ മഴ ഇടയ്ക്ക് കിട്ടും, പിന്നെ ചൂടുണ്ടാവും. ഇപ്പോൾ ഞാൻ ചൂടാട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ചൂടാണ്, കോടയൊക്കെ കഴിഞ്ഞിട്ട് ചൂടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ. അപ്പോൾ എനിക്കിവിടെ എല്ലാ റൂമിലും കയറി ഇറങ്ങായിരുന്നു. അപ്പോൾ ഞാൻ കയറി ഇറങ്ങി പാട്ട് കേട്ടു. ചില സ്ഥലത്ത് പോയിട്ട് ഈ വിൻഡോയുടെ സൈഡിലൊക്കെ ഇരുന്നിട്ട് ബുക്കൊക്കെ വായിക്കാൻ എന്ത് രസമായിരുന്നു അറിയുമോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അത്. എത്ര പ്രശ്നത്തിൻ്റെ ഇടയിൽ എന്നാലും ഞാൻ ചില സമയത്തൊക്കെ ഇരുന്ന് ചിരിക്കൂട്ടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ലക്കായിട്ട് കുറേ ഭാഗ്യങ്ങൾ വരാറുണ്ട്. അതിലൊന്നാണ് ഇവിടെ വയനാട്ടിൽ കിട്ടിയിട്ടുള്ള കൂട്ടുകാർ. ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് കാര്യം ചെയ്യുന്നോ അത് ഹാപ്പി ആയിരിക്കണം, അല്ലെങ്കിൽ ഹാപ്പി ആവാൻ പോണ കാര്യമായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആലോചിക്കാറുണ്ട്. പണ്ട് അങ്ങനെയൊന്നും വിചാരിക്കാറില്ല കേട്ടോ. പണ്ട് ഞാൻ വരണ വലയൊക്കെ എടുത്ത് പോക്കറ്റിൽ വയ്ക്കും, എന്നിട്ട് ഫ്യൂച്ചറിൽ വരണ എന്താണെന്ന് നോക്കാമെന്ന് പറയും. പക്ഷെ ഒരു സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മൾ മുന്നെടുത്ത തീരുമാനങ്ങളൊക്കെ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നല്ലതാവുമെന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷേ ഇരട്ടിയുടെ പ്രോബ്ലവും അന്നുണ്ടായിരുന്ന പ്രോബ്ലം വേറെ, ഇന്ന് വേറെ പ്രോബ്ലങ്ങൾ, അതിൻ്റെ ഇടയിൽ വേറെ പ്രോബ്ലം. ചില പുസ്തകങ്ങളിൽ നല്ല നല്ല വേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ ഒരു ചെയിൻ പ്രൊട്ടക്റ്റീവ് പോലെയാണ്. കാരണം നമുക്കൊരു ഗ്യാരണ്ടിയോ വാറണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ എത്ര കാലം ഉണ്ടാവുമെന്നോ നമ്മളെ എന്താ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ നമുക്ക് ഹൈക്ക് സംഭവിക്കാം, ചിലപ്പോൾ നമ്മൾ ഡൗൺ ആവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം ലൈഫിൽ. അപ്പോൾ നമ്മൾ ഉള്ളിടത്തോളം കാലം അടിച്ചു പൊളിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് റിസോർട്ടിൽ നിന്ന് എക്സിറ്റ് ആയിട്ടാ. അവിടെ ഇനി ഒന്നുമില്ല. നമ്മളെല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് പുറത്തിറങ്ങിയിട്ടാണ്. ഇനി നേരെ പോകണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ കുറച്ച് ടീം വരാണ്ട്, അഡ്വഞ്ചർ ട്രിപ്പിന് പോയ ടീം അവരും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ഓലനിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടാകും. വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓലനിൽ ഫുഡ് കഴിക്കണം കേട്ടോ. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല, ഞാൻ മെയിൻലി ഇവിടുന്ന് കഴിക്കാറ് സദ്യയാണ്. നമ്മുടെ ടീമിന് അഡ്വഞ്ചർ യുദ്ധത്തിന് പോയ ടീമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. എന്തൊക്കെയാണ് ഇവരെല്ലാവരും ഓരോന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ. എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ഓർഡർ ചെയ്താണ്. അത് തന്നെ നമുക്ക് എല്ലാവരുടെയും നിന്ന് കൈയിട്ട് വരാൻ പറ്റും. അനിശേട്ടൻ സ്വാമിയാണ്, അതുകൊണ്ട് ചപ്പാത്തിയും കുറുമക്കറി ആയിരിക്കും മിക്കത് ഓർഡർ ചെയ്യുക. ഇവരൊക്കെ ചിക്കനാണ് ഓർഡർ ചെയ്യണത്. ഞാൻ നല്ല അടിപൊളി മീൽസ് ഓർഡർ ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ട്.
എല്ലാവരുടെയും ഫുഡ് വന്നു. എൻ്റെ ഫുഡ് വരാൻ കുറച്ച് ലേറ്റായി. പക്ഷേ ലേറ്റായി വന്നാലും സ്റ്റൈലായിട്ട് തന്നെ വരുള്ളൂ കേട്ടോ. കാരണം ഞാൻ അവിടുത്തെ മുന്നേയും കഴിച്ചിട്ടുള്ള ഫുഡ് അടിപൊളി ഫുഡ് എന്ന് വെച്ചാൽ അടിപൊളി സദ്യയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പായസമൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കാം. ബില്ല് ഇപ്പോൾ വേറെ വരുമോ എനിക്കറിയില്ല, ബില്ലിങ്ങും കൊടുക്കാറില്ല. ഷാനും ഗീതും പ്രീമൂസും എല്ലാവരും നല്ല ഫുഡ് ഇട്ടായിരുന്നു. അനീഷേട്ടൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറുമ. ഇവിടെയൊക്കെ മിക്കതും പൊന്നിയരി പോയിട്ടുണ്ടാവുക. പൊന്നിയരി എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇങ്ങനത്തെ സാധാ ചോറ് അല്ലെങ്കിൽ കുത്തിരി ചോറൊക്കെ ഉണ്ടെങ്കിലാണ് ഫുഡ് ഇറങ്ങും. റെഡിയൊക്കെ കഴിഞ്ഞു, അടിപൊളി ഫുഡായിരുന്നു. ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മഴ. ഞങ്ങൾ പെട്ടു. ഞാനോ അജും വന്നതാണ് ബൈക്കുമ്മ, ബാക്കിയുള്ളവർ വന്നതാണ് 2 കാറിലായിട്ടാണ്. അപ്പോൾ അവർ സുഖമായിട്ട് വിട്ടു. ഞങ്ങൾ ട്രാപ്പായി ഇവിടെ കിടന്നു. അച്ഛൻ്റെ അടുത്ത് കുറേ പറഞ്ഞ കേട്ടോ, നമുക്ക് കോട്ട് വാങ്ങാം കോട്ട് വാങ്ങുന്നു. കോട്ട് വാങ്ങി 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 ഞങ്ങളൊരു 6 കോട്ട് അങ്ങോട്ട് വീട്ടിലിരിക്കുന്നുണ്ട്. പിന്നെ പിറ്റത്തെ ദിവസമായിട്ടാണ്, പിറ്റത്തെ ദിവസത്തെ പരിപാടികളാണ്. അതായത് വൈകുന്നേരം അവർ കിടന്നുറങ്ങി, ഞങ്ങൾ കിടന്നുറങ്ങി. എന്നിട്ട് പിറ്റത്തെ ദിവസം രാവിലെ എണീറ്റിട്ട് അവരെ കൊണ്ടാക്കാൻ പോണ കാഴ്ചകളാണ്. വയനാടാണ്. വയനാട് KSRTCയിലാണ്. ഇവരവിടെ നിന്ന് മൈസൂർക്ക് വണ്ടിയിൽ പോവും. KSRTCയിൽ പോയിട്ട് അവിടെ നിന്ന് അവർ ട്രെയിനിൽ പോവും. വന്ദേ ഭാരത് അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോവും. നമ്മൾ ഇവരെ കൊണ്ടാക്കാൻ വന്നതാണ്. ഷോകായിരുന്നു പോണ സമയത്ത്. 2024 എന്ന് പറയുന്നത് എനിക്ക് അത്ര നല്ല വർഷമൊന്നും അല്ലായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ കുറച്ച് പേര് ഇതാ പോകണം, കുറച്ച് പേര് ഇതാ ഇവിടെ ഇപ്പുറത്ത് നിൽക്കണം കേട്ടോ. ഉറപ്പായും നല്ല കുറേ നാളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും കുറേ നല്ല ബാഡ് നാളുകളും വരും കേട്ടോ. അതായത് ബാഡ് ഡേയ്സും വരും. എനിക്കറിഞ്ഞ് നമ്മൾ ഏത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം ഉണ്ടാക്കുക. ആ അമ്പലം കെട്ടിപ്പൊക്കിയിട്ട് അവിടെ ഒരു ദൈവത്തിനെ വിചാരിക്കുക. ആ ദൈവം നമ്മൾ തന്നെയാണ്. സോ ദൈവത്തിൻ്റെ അടുത്ത് പറയുക, കുറച്ച് ആശ്വാസം വേണം. ആശ്വാസമുള്ള ടൈമത്ത് നല്ല മാതിരി ഹാപ്പി ആയിട്ട് നടക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ സങ്കടപ്പെടുക. ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് വീണ്ടും കല്ലമ്പാറക്കി, അതായത് നാട്ടിലേക്ക് തൃശ്ശൂർക്ക് പോകാനുള്ള ഏർപ്പാട് നോക്കി. എല്ലാവരും ഷോക്കാണ്. കാരണം വീടൊക്കെ ഇനി ഒന്നും ഇല്ലാണ്ടാവും. ഷാനുവിൻ്റെ വീട്ടിൽ ഷാനു ഒറ്റയായിരിക്കും. അജുവിൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അജുവിനെ പാക്ക് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അവൻ്റെ അടുത്ത് കുറേ പറഞ്ഞ് നിൽക്കാൻ പറ്റിച്ചാൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പരിപാടിയുണ്ട്, വീടിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നോക്കാണ്ട്. അത് കാരണം നാട്ടിലേക്ക് കുറേ ദിവസമായി വന്നിട്ട് അപ്പോൾ നാട്ടിലേക്ക് വരണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കോഴിക്കോട് ഇറങ്ങിയിട്ട് ബീച്ചിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ട്രെയിൻ കയറി ഇറങ്ങിയിട്ടാ ഷൊർണൂർ ഇറങ്ങാൻ പറ്റിയത്. ട്രെയിൻ മിസ്സായിട്ടുണ്ടായിരുന്നു എനിക്ക്. 7 മണിയുടെ ട്രെയിൻ കയറി കഴിഞ്ഞാൽ 9 മണിക്ക് നാട്ടിലെത്തായിരുന്നു വടക്കാഞ്ചേരി. ഇതിപ്പോൾ ഷൊർണൂർ ഇറങ്ങിയ കാരണം ഒറ്റ വണ്ടിയും കിട്ടുന്നില്ല, ബസ്സും ഇല്ല, ലിഫ്റ്റ് അടിക്കാനും പറ്റുന്നില്ല. എന്നിട്ട് ഏകദേശം 11:45 ആയതിന് ശേഷമാണ് ഒരു ചേട്ടൻ ലിഫ്റ്റ് വന്നത്. ലിഫ്റ്റ് തരേണ്ട കാര്യം വൈകുന്നേരം ആരും നമുക്ക് ലിഫ്റ്റ് ഒന്നും തരൂല കേട്ടോ. കാരണം നമ്മൾ വല്ല കള്ള് കഞ്ചാവൊക്കെ കൊണ്ടുപോകണമെന്ന് കരുതിയിട്ട് ആരും നമുക്ക് ലിഫ്റ്റ് തരാൻ പോകണില്ല. നമ്മൾ കയറി പോണ വണ്ടിയും സേഫാണെന്ന് നമ്മൾ തന്നെ സേഫ്റ്റി നമ്മുടെ നോക്കണം കേട്ടോ. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ആംബുലൻസ് ഞാൻ കൈയൊന്നും കാട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവർ ലേറ്റ് ഇട്ട് വരുന്ന കാരണം അവർ പോയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ മാറി നോട്ടാ. അവർ കുറേ ദൂരം മുന്നിലേക്ക് പോയിട്ട് അവർ വീണ്ടും റിട്ടേൺ അടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അതിൻ്റെ ഉള്ളിൽ പേഷ്യൻ്റ് ഉണ്ട്, വേറെ 2 ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് പേടിയായിട്ടാ. അത് കാരണം ഞാൻ കയറിയില്ല. എന്തുകൊണ്ട് അവർ എന്നെ പിക്ക് ചെയ്യാൻ റിട്ടേൺ വന്നതെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഞാൻ കയറിയില്ല. പിന്നെ എനിക്കൊരു ചേട്ടൻ, ആൾ പാലക്കാടുള്ളതാ, പാലക്കാട് പോയിട്ട് വരുന്നതാ, ആളുടെ അനിയത്തിനെ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. നല്ല മാതിരി സംസാരിച്ചു, നാടെ എത്തണ വരെ സംസാരിച്ചു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആൾ പോയത്. ആൾക്ക് എറണാകുളം ഏറ്റുമാനൂർക്ക് പോകാനുള്ള ആളാണ്. പിന്നെ ഞാൻ നാട്ടിൽ എത്തി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരനെ വിളിച്ച് വരുത്തി. വൈകുന്നേരമാണ് 1 മണി സംതിങ് അതിൻ്റെ ടൈം. അവനെ വിളിച്ച് വരുത്തി, ഒരു സോഡ സർവത്തും കുടിച്ചു, അവനൊരു ചായയും മേടിച്ചു കൊടുത്തു. എന്നിട്ട് പിറ്റത്തെ ദിവസം രാവിലെ അവന് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അപ്പം നാട്ടിൽ വന്ന് 1 മണി 2 മണി ആകുമ്പോഴേ കിടന്നുറങ്ങിയത്. പിറ്റത്തെ ദിവസം അവന് രാവിലെ ഒരുപാട് പരിപാടി ഉണ്ട്. പോസ്റ്റ് ഓഫീസിൽ പോകണം, എന്തൊക്കെ അയക്കാണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ വന്നു, അതൊക്കെ അയച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ കുടിച്ച ചായ തന്നെ വെടക്ക് ചായ, എന്തോ ഒരു കവർപ്പ് പോലെയൊക്കെ. ആളാണെങ്കിൽ ചായ അടിക്കുന്ന ആളാണെങ്കിൽ ഭയങ്കര ചായ പോലെയാണ് തരുന്നത്. പിന്നെ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് പോണത് സ്റ്റുഡിയോയ്ക്കും ടെമ്പിളിലേക്കും, അതായത് വടക്കുന്നാലിലേക്കും. അപ്പോൾ സ്റ്റുഡിയോയ്ക്ക് പോയി എന്നിടാറുള്ള ബ്ലാക്ക് ഷർട്ട് എടുത്തു പോയി, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. ഒരു സമാധാനമായി, ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷേ ഈ ബ്ലാക്ക് ഇട്ടിട്ട് അവിടെ നടന്നു കഴിഞ്ഞാൽ സ്റ്റാഫാന്ന് വിചാരിക്കും. പിന്നെ നേരെ പോയത് പാർക്കിക്ക് കേട്ടാ. കുറച്ച് നേരം മൊബൈൽ നോക്കിയിരുന്നു, പിന്നെ കുറേ കഥകളൊക്കെ പറഞ്ഞു, പാട്ട് കേട്ടിരുന്നു. പിന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, 2 കൂട്ടുകാരന്മാരിരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ബിസിനസ് ചർച്ച ആയിരിക്കും. ജോലിക്ക് പോകാനൊന്നും വയ്യടാ, പ്രഷറാണ്, ഇതൊക്കെ തന്നെ ആയിരിക്കും വർത്താനം ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ പറഞ്ഞു. നാട്ടിലുള്ള കൂട്ടുകാരനാട്ടാ, അളിയെന്നാ വിളിക്കാൻ നിക്കളിയൻ. ഞാൻ പലതവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും വീഡിയോയിലൊക്കെ. അപ്പോൾ അവൻ്റെ ഒരു ശോകകഥ പറയും. അപ്പോൾ അവൻ പറയും ഞാനാണ് ശോകത്തിൽ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും ഇതല്ലടാ, എൻ്റെ വേറെ കഥയുണ്ട്. ഞാൻ പറയും അപ്പോൾ നിനക്ക് ഇത്ര ഉണ്ടല്ലേ, അപ്പോൾ എൻ്റെ വേറെ കഥയുണ്ട് പറയും. അങ്ങനെ പറയുന്ന ടീമായിട്ടാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം അവിടെ വെറുതെ പോയിരുന്നു. പിന്നെ കുറേയൊക്കെ വായ നോക്കിയിരുന്നു, പിന്നെ കഥ പറഞ്ഞു. പിന്നെ അവിടെ ഇരുന്ന് മടുത്ത് കഴിഞ്ഞപ്പോൾ വാട നടക്കാമെന്ന് പറഞ്ഞിട്ട് ടെമ്പിളിൻ്റെ അവിടേക്ക് പോയി. പിന്നെ സ്ഥിരം എന്തായാലും ആലിൻ്റെ അവിടെയൊക്കെ കുറച്ച് നേരം പോയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ കുറച്ച് നേരം പോയിരുന്നു. ആലിൻ്റെ അവിടെയൊക്കെ കുറച്ച് നേരം നടന്ന് പിന്നെ ഞങ്ങൾ 2-3 ഫോട്ടോയൊക്കെ എടുത്ത് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് ഏതോ ചേട്ടനെ കൊണ്ട് തമിഴൻ പോലീസുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ കൊണ്ടൊക്കെ വീഡിയോ എടുത്തു, ഫോട്ടോ എടുപ്പിച്ചു. എന്നിട്ട് പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ വീണ്ടും ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ചായക്കടയിൽ കയറിയിട്ടാണ്. ഇനി വീട്ടിലേക്ക് പോകണം, പണിയൊക്കെ കഴിഞ്ഞു, തൃശ്ശൂരുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ പോയതും
നമ്മുടെ കുട്ടപ്പന് ഓയിൽ മാറ്റാറായി. കുറേ കാലമായി ഓയിൽ മാറ്റിയിട്ട്. ഓട്ടോമൊബൈൽ പഠിച്ചിട്ട് ആകെ അറിയാവുന്ന പണി എനിക്ക് ഇതാട്ടോ, ഓയിൽ മാറ്റൽ. സ്വന്തമായിട്ട് ഞാൻ ചെയ്യും, അതെനിക്ക് ഒരു മടിയില്ല. പിന്നെ സ്വന്തം വണ്ടിയാണല്ലോ, കേടായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ധൈര്യത്തിൽ ചെയ്ത് പഠിച്ചു തുടങ്ങിയതാട്ടോ ഇത്. പിന്നെ പെട്ടെന്നാണ് ഒരു കോള് വന്ന് വൈകുന്നേരം ആകുമ്പോൾ, ദാടാ ഇന്ന് എറണാകുളത്തേക്ക് എറണാകുളത്ത് കുറേ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ മാമനും അഞ്ചും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങോട്ട് പോകാൻ കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ബാഗ് പാക്ക് ചെയ്ത് പെട്ടെന്ന് ബസ് കയറാൻ വേണ്ടി വന്നു കേട്ടോ. ബസ്സിന് കയറിയിട്ട് 11 മണിക്ക് 12 മണിത്തെ ട്രെയിനിൽ, നിലമ്പൂർ ട്രെയിനിലാണ് അവർ വരുന്നത്. അപ്പം നാളെ ബാക്കി വീഡിയോസ് ഇട്ടാ. ടാറ്റ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ.